ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറച്ച് ജനങ്ങളുടെ ഭരണം കെട്ടിപ്പടുക്കുവാൻ ഉന്നം വെച്ചുള്ളതാണ് ഈ പരിപാടി. അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ബ്യൂറോക്രസിയുടെ തടവുകാരനാകാതെ ഇതാ ഒരു മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ജനങ്ങളെ മുഖാമുഖം കണ്ട് അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഉടനടി പരിഹരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ CKR-നും ജില്ലാ കളക്ടർ കുമാരി സോണി ചെറിയാനും ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ബഷീറിനും എന്റെ സ്വന്തം പേരിലും ഈ നഗരസഭയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രജിസ്റ്റർ ചെയ്ത പരാതിക്കാരെ വിളിക്കുകയാണ്. കോഴിക്കുന്നേൽ ചെറിയാൻ മത്തായി, വരൂ. എന്താടോ തന്റെ പ്രശ്നം? പട്ടയം. പട്ടയം. കൈവശാവകാശ പാട്ടത്തിന്റെ പേര് പറഞ്ഞ് ഇളംകുന്നം കോവിലകത്തെ കഞ്ഞുകുടി മുട്ടിച്ചവനാണിവൻ. 1-2 ഏക്കറല്ല, 400 ഏക്കറാണ്. തമരാക്കന്മാരൊക്കെ തെരുവില് നിത്യപൂജയ്ക്ക് വിഷമിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അവിടെ. അമ്പലക്കുളം നികത്തിയാൽ അവിടെ ഓർക്കിഡ് പുഷ്പങ്ങൾ നന്നായിട്ട് വളരും. അതല്ലേടോ തന്റെ പ്രശ്നം? അവിടെ എനിക്ക് ചില പരാതികളുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഹരിച്ചു തരണം. മിസ്റ്റർ വിശ്വനാഥൻ, നേരത്തെ രജിസ്റ്റർ ചെയ്ത പരാതികൾ ഇവിടെ സ്വീകരിക്കുന്നുള്ളൂ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ രജിസ്ട്രേഷൻ വെറും തട്ടിപ്പാണ്. മുൻകൂട്ടി വായിച്ചുറപ്പിച്ച് മുഖ്യമന്ത്രിക്ക് പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത പരാതികൾ കീറിക്കളഞ്ഞ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് വെറും പ്രഹസനമാണ്. വിധവാ പെൻഷൻ അപേക്ഷിച്ച് ആരുടെയെങ്കിലും പേരുകൾ നിങ്ങളുടെ ലിസ്റ്റിലുണ്ടോ മേയറെ? ഉണ്ടാവില്ല. വിധവാ പെൻഷന് കമ്മീഷൻ അടിക്കുന്ന ചീപ്പല്ലേ. എനിക്കൊരു പ്രശ്നമുണ്ട്. ചന്ദ്രദാസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ. അന്യായമായി ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണം.